ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റിന് നിങ്ങൾ ഇതിൻ്റെ മുമ്പേ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ആള് തൃശ്ശൂരിൽ നിന്ന് ആണ് വന്നു നടക്കുന്നത്. ആളെ പറ്റിയിട്ട് ആൾ പരിചയപ്പെടുത്തി തരും. ബട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചൈന പോയി വന്നു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. ബിക്കോസ് ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരിചയമില്ലാത്ത ഒരു കൺട്രി അല്ല. നമ്മൾ ഏറ്റവും എല്ലാ സ്ഥലത്തും വേൾഡിൽ മൊത്തം ചൈന അറിയാത്തവരില്ലേ, ചില കൺട്രി നമ്മൾ അറിയാത്തതുണ്ടാവും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചൈന സാധനങ്ങൾ യൂസ് ചെയ്ത കാരണം ചൈനയുടെ കാര്യങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. അപ്പോൾ ഈ കുട്ടി കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ഡൗട്ടും ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സുരജയെ പറ്റിയിട്ട് ആദ്യം പരിചയപ്പെടുത്തി തരും. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് സുരജ. ഞാനിവിടെ തൃശ്ശൂരിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ACC എന്ന് പറഞ്ഞ കോഴ്സ് കംപ്ലീഷൻ സ്റ്റേജിലാണുള്ളത്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പേഴ്സണാലിറ്റി ട്രെയിനർ കൂടിയാണ്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആംഗ്ലോ ഇൻ്റലിജൻസിയ എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി ഇംഗ്ലീഷ് അക്കാഡമി ഉണ്ട്. സോ അവിടെ ഇംഗ്ലീഷ് മാത്രമല്ല ലൈഫും പഠിപ്പിക്കുന്നുണ്ട്. സോ അവിടെ വെച്ചിട്ടാണ് ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് തുടരുന്നതും. ആൻഡ് ഇപ്പോൾ മാം പറഞ്ഞ പോലെ തന്നെ യൂഷ്വലി മാമിൻ്റെ ഏജിൽ എല്ലാവരും ഇപ്പോൾ കടയാണെങ്കിലും എന്തായാലും അത് തുടങ്ങി കണ്ടിന്യൂ ചെയ്യാം, അതായിരിക്കും ടാർഗറ്റ്. പക്ഷേ മാം ഈസ് വെരി ഡിഫറെൻറ്റ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ ഈസ് ട്രൈങ് ടു അപ്ഡേറ്റ് ഹെർ സ്കിൽസ്. അല്ല, ഏതൊരു കാര്യം അപ്ഡേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. പിന്നെ ഷീ ഹാസ് വിസിറ്റഡ് ചൈന. ഇപ്പോൾ ഇത്രയും നമ്മൾ കേട്ടറിവുള്ള ഒരു ഏരിയ, ഒരു ബിഗ് കോണ്ടിനെന്റ് തന്നെ പറയാം. ഇറ്റ് വാസ് സച്ച് എ എന്താ പറയുക വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ ഹെർ. അപ്പോൾ കമ്മിങ് ടു അവർ ക്വസ്റ്റ്യൻസ്, എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ദാറ്റ് ഇസ് മാം ഇപ്പോൾ ചൈന വിസിറ്റ് ചെയ്തു. ആക്ച്വലി എന്തായിരുന്നു ദ പേർപ്പസ് ഓഫ് വിസിറ്റ്? ഇപ്പോൾ എന്താണ്, സാധാരണ ടൂറിസ്റ്റ് സ്പോട്ടായിട്ടാണ് എല്ലാവരും പോകുന്നത് ചൈനയ്ക്ക്. ബട്ട് മാമിന് എന്തെങ്കിലും വേറെ വിസിറ്റിന് ഇൻറ്റൻഷൻസ് ഉണ്ടായിരുന്നോ? യെസ്, നല്ലൊരു ചോദ്യമാണ്. ഈ ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ചൈനയ്ക്ക് പോയത് ഒരുപാട് കാലം മുമ്പ്, 20 വർഷമായി എൻ്റെ ബ്രദർ ചൈനയിൽ സെറ്റിലാണ്. അവൻ ഇലക്ട്രോണിക് എഞ്ചിനീയറാണ്. അപ്പോൾ എപ്പോഴും എനിക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ വന്നിട്ട് വാ, അപ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് എൻ്റെ ഫാമിലി ഷോപ്പ്, പിന്നെ നമുക്ക് കുറേ റെസ്പോൺസിബിലിറ്റി ഉള്ള കാരണം എനിക്കതൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പ്രൊഫഷണലിൽ അപ്ഡേറ്റ് ആവണം. അതുമല്ല, ചൈന മാതിരത്തെ ഒരു കൺട്രിയിൽ പോയിട്ട് നമ്മൾ അപ്ഡേറ്റ് ആവുമ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേകത ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ പ്രൊഫഷണൽ പ്ലസ് ഒരു ടൂറും കൂടി ആയിട്ടാണ് 1 മാസത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വണ്ടർഫുൾ. ലൈക്ക് അപ്പോൾ അപ്ഡേറ്റിന്റെ കാര്യം പറഞ്ഞു. എന്താണ് അവിടെ പുതിയതായിട്ട് പഠിക്കാൻ പറ്റിയത്? അവിടുത്തെ ഒരു എൻവയൺമെന്റിന്റെ ആണെങ്കിലും അവിടുത്തെ രീതി, ഇപ്പോൾ ഇവിടെ പാർലർ തുടങ്ങണേനും വെച്ചിട്ട് അവിടെ എന്തായിരുന്നു വ്യത്യസ്തമായിട്ട് അവിടെ തോന്നിയത്? വ്യത്യസ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ എൻ്റെ പ്രൊഫഷണൽ 37 ഇയർ കഴിഞ്ഞു. അപ്പം ഞാൻ ഇവിടെ ഓരോ സ്ഥലത്തൊക്കെ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ എന്തൊക്കെയാണ് ഒരു ഇറങ്ങണത്, അല്ലെങ്കിൽ 1-2 പേര് പുറത്ത് പോയി വന്നിട്ട് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടിയും ഡിമാൻഡ് കൂടുതൽ ആണ്. അപ്പോൾ അത് മാത്രമേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ട്രെയിനറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ പോയിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതുമല്ല, ആർക്ക് പറഞ്ഞു കൊടുക്കണേൻ്റെ അല്ല, പക്ഷേ എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. യെസ്, നമ്മൾ ആരേനെ ബോധിപ്പിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ ഒരു കാര്യം പുതിയതായിട്ട് പഠിച്ചു, നമുക്ക് നമ്മളോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റും പിന്നെ ഞാൻ എൻ്റെ ഫീൽഡിൽ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്തണം. ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു മിഷനറി ഇറങ്ങി, അല്ലെങ്കിൽ ഒരു മസാജ് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഇത് അറിയില്ല എന്ന് പറയാൻ പാടില്ല. അപ്പോൾ അത് കാരണം എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ ഫാക്ടറി, അതായത് നമ്മുടെ ഈ ബ്യൂട്ടി പാർലർ പ്രൊഡക്റ്റിൻ്റെ കുറേ മിഷനറീസിൻ്റെ ഫാക്ടറിയിൽ ഞാൻ പോയി. ഇപ്പോൾ ഒരു ഡ്രയർ ഉണ്ടാക്കണത്, കാരണം വെച്ചാൽ നമ്മളിതെല്ലാം ആഫ്റ്റർ ഓൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എത്ര ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടാക്കണു, എങ്ങനെ ടെസ്റ്റ് ചെയ്യണു, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടുത്തെ ഫാക്ടറിയിലൊക്കെ പോയി
അതേമാതിരി പാർലറിൽ ഒരു കോഴ്സ് പഠിക്കാൻ ചേർന്നു. പക്ഷേ അവിടെ വീഡിയോസ് ഒന്നും പിടിക്കാൻ അവർ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ മസാജ് സ്റ്റെപ്സ്, ബിക്കോസ് ഓരോ ദിവസം ചെല്ലും തോറും ഇപ്പോൾ ഡോക്ടർമാർ ഓരോ ദിവസം എത്ര ഡോക്ടർ വന്നാലും അപ്പം പുതുമയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതേമാതിരി തന്നെ നമ്മുടെ ഒരു മിനി ഡോക്ടറാണ് ഒരു ബ്യൂട്ടീഷ്യൻ. അപ്പം അതിൻ്റെ മസാജ് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താ അവരുടെ കൈ മൂവ്മെൻറ്റ്സ്. രണ്ടാമത് അവിടുത്തെ ആൾക്കാർ ഭയങ്കര യങ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്രിക്ക് എന്താണ്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ പാർലറിലും നമ്മുടെ കൂടെ നിൽക്കണവർക്കും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയി അവിടെ പഠിച്ചത്. വണ്ടർഫുൾ. ലൈക്ക് ഇപ്പോൾ മാം തന്നെ പറഞ്ഞു അവിടുത്തെ ആൾക്കാർ മോസ്റ്റ്ലി യങ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്. ഇനി എനിക്ക് അറിയാനുള്ളത് അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്. ലൈക്ക് ഇപ്പോൾ മാം തന്നെ ഇന്ത്യയിലും ആണെങ്കിലും പല ഭാഗത്ത് വിസിറ്റ് ചെയ്തിട്ടാണ്, ഇപ്പോൾ കേരള, മുംബൈ, മഹാരാഷ്ട്ര എല്ലാവിടെയും. സോ അവിടെ എന്ത് വ്യത്യാസമാണ് ആൾക്കാരുടെ ബിഹേവിയറിൽ തോന്നിയത്? ഓക്കെ, ഇപ്പോൾ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഏതൊരു കൺട്രിയിൽ പോയി കഴിഞ്ഞാലും ഒരു അവനവൻ്റെതായ ഒരു ക്യാരക്ടർ ഉണ്ടാവും. അതിപ്പോൾ ഒരു കൺട്രിക്ക് ഞാൻ പ്രത്യേകിച്ചും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അവരുടെ ആഫ്റ്റർ ഓൾ അവരുടെ കൾച്ചർ ഒരു ഭയങ്കര വ്യത്യസ്തമാണ്. അതേമാതിരി അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, അതേമാതിരി ടൈമിങ്, അതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് കഴിഞ്ഞത്. ഒരു 7:30 അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിരിക്കും. പിന്നെ അവരധികം വീട്ടിലല്ല ഭക്ഷണം വെക്കണത്, പുറത്തുനിന്നാണ് അവർ കഴിക്കുന്നത്. അതേമാതിരി 12:30 അവരുടെ ലഞ്ച് കഴിഞ്ഞിട്ടുണ്ടാവും. വൈകിട്ട് 7:30 അവരുടെ ഡിന്നർ കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഡാൻസ് ആയിട്ടും പിന്നെ വാക്കിങ്, എന്തെങ്കിലും ഫിസിക്കൽ എക്സസൈസിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതലും ടൈം വേസ്റ്റ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ അവർ ഫുഡ് വേണം, അത് ഏതാണ് പ്രോപ്പറായിട്ട് നമുക്ക് യൂസ്ഫുൾ, നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഫുഡിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. അതേമാതിരി തന്നെ എക്സസൈസ് മസ്റ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ എക്സസൈസും ഡാൻസും. അപ്പോൾ ഫിസിക്കൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ജിം എടുത്ത് ചെയ്യുന്നതും കുറച്ച് യോഗ, അത് മാത്രമല്ല അവർ വിചാരിക്കുന്നത്. ഇപ്പോൾ ഡാൻസ് ആയാലും ശരി, അതായത് നമ്മുടെ ഉള്ളോണ്ട് ഇന്നർ നമ്മൾ ഹാപ്പി ആണെങ്കിൽ പിന്നെ കുറച്ച് ഒരു ഫിസിക്കൽ എക്സസൈസ് ഉണ്ടെന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് നമ്മൾ കുറച്ച് ആക്റ്റീവ് ആണ്. അപ്പോൾ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അത് എനിക്കൊരു പ്രത്യേകതയായിട്ടാണ് തോന്നിയത്. ഓക്കെ, അപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞു ഫുഡ്, ദ ഏരിയ ഓഫ് ഫുഡ്. ഇപ്പോൾ ചൈനയിൽ നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള ഏത് ജീവി വേണമെങ്കിലും ചൈനയിൽ നമുക്ക് കിട്ടുന്നൊക്കെയാണ് പറയുന്നത്. സോ മാം ഒരു വെജിറ്റേറിയൻ ആയിട്ട് എന്തൊക്കെയായിരുന്നു അവിടെ ഭക്ഷണത്തിനോട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്തോ അവിടെ ഭക്ഷണം കഴിക്കാനായിട്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ വ്യത്യസ്തമായിട്ട് ഫുഡിന്റെ കാര്യത്തിൽ തോന്നിയത്? ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ വെജിറ്റേറിയൻ ആണെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. ബിക്കോസ് അവർ പാമ്പ് കഴിക്കും, ചൈനീസ് പാമ്പ് കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കേട്ടു നടക്കുന്നത്. പക്ഷേ ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ അവരുടെ കിച്ചണിൽ പോകാനുള്ള അനുവാദമുണ്ട്. ഞാൻ പറയാ അവിടുത്തെ വെറൈറ്റീസ് ഓഫ് ഫുഡിൻ്റെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അതായത് പച്ചക്കറി കൊണ്ട് ഇത്രയും വ്യത്യസ്തമായിട്ട് ഭക്ഷണം അല്ലെങ്കിൽ ഓരോ സാധനങ്ങൾ ഒരു കറികൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ അവിടെ പോയിട്ട് അറിഞ്ഞു. അതായത് പയറൊക്കെ ഉണ്ടല്ലോ, ഈ പയറൊക്കെ ഇത്രയും ടേസ്റ്റായിട്ട് ഇത്രയും ടേസ്റ്റ് ആണോന്ന് എനിക്ക് അവിടെ പോയപ്പോൾ മനസ്സിലായി. അതേമാതിരി വഴുതണങ്ങ ഈ വഴുതണങ്ങ വെറൈറ്റീസ് ഓഫ് അവിയലിൻ്റെ മാതിരത്തെയൊക്കെ അവിയലിൽ നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ടാണ്. അതൊന്നും ചെയ്യാണ്ട് പല വെജിറ്റബിൾ അവിയലിൻ്റെ മാതിര നുറുക്കി ഒരു വെജിറ്റബിൾ കറീസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വഴുതനങ്ങ കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? അതായത് വെജിറ്റബിൾ തന്നെ പല തരത്തിലും. നോണിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമേ ഇല്ല, എല്ലാവർക്കും ഓൾറെഡി അറിയാം. ഏതൊരു ഫിഷ് ആയാലും ശരി, മട്ടൺ, എല്ലാതും എല്ലാവർക്കും അറിയാം. പക്ഷെ വെജ് കൊണ്ട് ഇത്രയും തരത്തിലുണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ അവിടെ പോയപ്പോഴാണ് കണ്ടത്. അപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ആക്ച്വലി ഞാൻ അവിടെ പോയപ്പോൾ 2-3 ദിവസം മാത്രമേ റൈസ് ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുള്ളൂ. അതും നമ്മൾ ചെറിയ പായസമൊക്കെ എടുക്കണം, അതിൽ ചെറിയ ഒരു പാത്രമല്ലേ, അത്രയും അവിടെ റൈസ് അല്ലേ മെയിൻ. അങ്ങനെ റൈസ് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അല്ലാണ്ട് തന്നെ ഇപ്പോൾ വെറൈറ്റീസ് ഓഫ് ഫിഷ്, പിന്നെ മട്ടൺ, ചിക്കൻ, അല്ല അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് മാത്രമേ അവർ റൈസ് കഴിക്കുന്നുള്ളൂ. റൈസൊന്നും അധികം കഴിക്കില്ല. ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കും അവർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ കഴിച്ചിട്ട് കുറച്ച് മാത്രം ആണ് അവർ റൈസ് കഴിക്കുക, അല്ലാണ്ട് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് തിങ്.
ഇനി എനിക്കറിയാനുള്ളത് ലാംഗ്വേജ്. മാം ഇപ്പൊ ട്രാവൽ ചെയ്തത് മലയാളീസിന്റെ ഒരു എന്റെ ബ്രദറും വൈഫിന്റെയും കൂടെയാണ് പോയത്. വരുമ്പോ തിരിച്ചു ഒറ്റയ്ക്കാണ് വന്നത്. ഓക്കെ, അപ്പൊ അവരുടെ കൂടെ ആയിരുന്നു. പക്ഷെ എപ്പോഴെങ്കിലും ലാംഗ്വേജ് അറിയണമെന്നോ അല്ലെങ്കിൽ അവിടെ എന്താ പറയാ അവര് സംസാരിക്കുന്നത് അറിയണമെന്നോ പുതിയ വാക്കുകൾ പഠിക്കാൻ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അയ്യോ, തോന്നിയിട്ടുണ്ടോന്നോ? ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ എന്റെ ബ്രദർ 20 year ആയി അവിടെ താമസിക്കുന്നു. അപ്പോൾ അവന് കുറേ ഫാക്ടറിയിൽ ഒക്കെ പോകണം. ഇലക്ട്രോണിക് എഞ്ചിനീയർ ആണ്. അപ്പോൾ റൂറൽ ഏരിയയിൽ നിന്നാണ് അവരുടെ ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ. പിന്നെ അതേമാതിരി അവർക്ക് മീറ്റിംഗ് എടുക്കണം. അപ്പോൾ അവിടെ കുറച്ച് പേർക്ക് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ അറിയുള്ളൂ. ബാക്കി എല്ലാം ചൈനീസ് ലാംഗ്വേജാണ്. പിന്നെ ചൈനീസ് ലാംഗ്വേജ് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ നീ ഹാവ് എന്ന് പറയും അവർ. നീ ഹാവ് എന്ന് പറഞ്ഞാൽ ഹലോ ആരെന്നെ കേട്ടിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദർ ഇത്ര രസമായിട്ട് ചൈനീസ് ലാംഗ്വേജ് പറയണ കേട്ടപ്പം ഞങ്ങൾ ചെറുപ്പത്തിൽ ഇപ്പോൾ ആർമിയിൽ പഠിക്കുമ്പോൾ പല സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ വരുമ്പോൾ നമുക്ക് അതൊക്കെ അറിയാം. ഇപ്പം എനിക്ക് ഹിന്ദി അറിഞ്ഞായിരുന്നു, പഞ്ചാബി അറിഞ്ഞായിരുന്നു, മറാഠി അറിഞ്ഞായിരുന്നു. അങ്ങനെ ഒരു വിധം കുറേ ലാംഗ്വേജ് എനിക്ക് അറിഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ സെറ്റിലായിപ്പോൾ കുറേ എൻ്റെ നിന്ന് കൊഴിഞ്ഞു പോയി. അപ്പോൾ അവിടെ പോയിപ്പോൾ ലാംഗ്വേജ് പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദ്യം തൊട്ടേ അങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദർ ഇത്ര വെള്ളം പോലെ ചൈനീസ് ലാംഗ്വേജ് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് മൂന്ന് വേർഡ് പഠിച്ചു. നീ ഹാവ് എന്ന് പറഞ്ഞാൽ ഹലോ, പിന്നെ സിഷേ എന്ന് പറഞ്ഞാൽ താങ്ക് യു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നമ്മൾ എവിടെ പോയാലും കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഏതൊരു ഡ്രൈവറിനെ നീ ഹാവ് എന്ന് പറയും. അപ്പോൾ അവരും നീ ഹാവ് എന്ന് പറയും. ഇറങ്ങി പോരുമ്പോൾ സിസേ എന്ന് പറയും. പിന്നെ ചേച്ചി, അതായത് ചേച്ചിക്ക് കറക്റ്റ് അവർ ചേച്ചി എന്ന് തന്നെ പറയാം. ചേച്ചി എന്നാ പറയാം. അങ്ങനെ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പോൾ 1 മാസം നിന്നിട്ടുള്ളൂ. പക്ഷെ ഞാൻ കുറച്ച് ദിവസമൊക്കെ അവിടെ നിന്നായിരുന്നു വെച്ചാൽ ചൈനീസ് ലാംഗ്വേജ് പഠിച്ചായിരുന്നു. ഏത് ലാംഗ്വേജും നമുക്ക് പഠിക്കാൻ പറ്റും. അവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോണ ആൾക്കാർക്കൊക്കെ ലാംഗ്വേജ് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അവർ പറയണ അല്ലെങ്കിൽ അവരുടെ ഈ ചൈനീസ് ലാംഗ്വേജ് ഫോട്ടോ എടുക്കും, എന്നിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷ് ആക്കും, എന്നിട്ട് അങ്ങനെ ആക്കും. അതേമാതിരി ഇംഗ്ലീഷ് നമ്മുടെ ഇന്ത്യയിലത്തെ ആൾക്കാർ ടൈപ്പ് ചെയ്യും, അതിനെ ട്രാൻസ്ലേറ്റ് ചൈനീസ് ലാംഗ്വേജ് ആക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോഴും കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ അല്ലാണ്ട് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയേയില്ല അവിടെ. ഓക്കെ, ഞാൻ കേട്ടിരുന്നു. അപ്പൊ അത് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയായിരുന്നു. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ കേരളയിൽ എത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മരങ്ങളും എന്താ ആ ഒരു ഗ്രീനറി, ആ പച്ചപ്പ് ഉണ്ട്. ഇപ്പൊ ചൈനയിലും ഇപ്പൊ മാമിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാം വളരെ എന്താ പറയാ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അവിടെ കൂടുതൽ മാമിന്റെ ഒരു ഇന്റൻഷനിൽ അതൊരു ബിൽഡിംഗ് അങ്ങനെയൊക്കെയാന്ന് വിചാരിച്ചത്. അപ്പോ പിന്നെ എന്തൊക്കെയാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ആ ഒരു സ്ഥലത്തിന്റെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാ നോക്കിയാലും എത്ര ഒരു 100, 125, 150 നില ബിൽഡിങ്സ് ഉണ്ട് എങ്കിലും അവിടെ ഗാർഡൻ ഉണ്ടാവും. അതേമാതിരി റോഡിൻ്റെ 2 സൈഡും ഗാർഡൻ ഉണ്ടാവും. ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായ റോസുകൾ, പല തരത്തിൽ നമ്മൾ കാണാത്ത ഫ്ലവേഴ്സ് കണ്ടു. അതും ഓരോ സ്ഥലത്തൊക്കെ ഒരു യൂണിഫോം പോലെ നല്ല രസമായിട്ട് ഇത്ര കളറും യെല്ലോ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവും പല ഐറ്റം. അതേമാതിരി വലിയ മരങ്ങളുണ്ടല്ലോ, വലിയ മരങ്ങളൊക്കെ അവർ ആ മരം പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല അതിനെ പറിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനെ എവിടെയെങ്കിലും ഉണങ്ങിയ മരത്തിൻ്റെ അവിടെ അവർ കുഴിച്ചിട്ടുണ്ടാവും. ആ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുമ്പോണ്ട് അവർ സപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിനെ ഗ്ലൂക്കോസ് കയറ്റണം, അതിനെ ഇത് പ്രോട്ടീനൊക്കെ ഇഞ്ചെക്ഷൻ ചെയ്തിട്ട് അത് വളർന്ന് പുതിയൊരു ഇല ഉണ്ടാവണ വരയ്ക്ക് അതിനെ ഒരു കുട്ടിയുടെ പോലെ നോക്കണമെന്ന് ഞാൻ കണ്ടു. കുറേ മരങ്ങൾക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ഇരുമ്പോണ്ട്. അപ്പോൾ ഞാൻ ബ്രദറിനോട് ചോദിച്ചു, ഈ മരങ്ങളെയൊക്കെ എന്തിനാ ഈ സപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ബ്രദർ പറയാം, അത് എവിടുന്നെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവും. പിന്നെ വേറൊരു കാര്യം ഞാൻ എന്താ കണ്ടെച്ചാൽ, ഞാനൊരു കാട്ടിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അവിടെ ഫുൾ കാടാണ്. ഈ കാട് ആയിട്ട് പോലും ഒരു ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് വലിയൊരു മരം വന്നിട്ട് പുറത്തേക്ക് ഇട്ടിരുന്നു. ഇപ്പോൾ ഒരു കാട്ടിലത്തെ ഒരു മരത്തിനെ വെട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. ബിക്കോസ് കാടാണ്, ഇത്രയും മരമുണ്ട്. പക്ഷെ ആ മരത്തിനെ അവർ വെട്ടിയില്ല. അതേമാതിരി പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാലത്തിന് ഒരു മരം ചോട്ടുകൂടെ വരുമ്പോൾ അവരെന്ത് ചെയ്തു, അതിനെ തുറന്നിട്ട് മരത്തിനെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇട്ട് തുടങ്ങും. ബിക്കോസ് ആ ഒരു ജീവനെ അവർ നശിപ്പിക്കാണ്ട് അതിനും വളരാനും നമ്മളുടെ എൻ്റർടൈൻമെൻറ്റും നടന്നോട്ടെ എന്ന് പറഞ്ഞു. ആ ഒരു സംഭവം കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു ഫീൽ ചെയ്തു. കാരണം വെച്ചാൽ എല്ലാവർക്കും അവകാശമുണ്ട്
നമുക്ക് ഇവിടെ ജീവിക്കാൻ. അപ്പോൾ ആ മരങ്ങളും ജീവിക്കട്ടെ എന്നൊരു ലെസണാണ് ഞാൻ അവിടെ പഠിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. പിന്നെ അത് രണ്ടാമത്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും അവിടുത്തെയും തമ്മിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ പല ഭരണങ്ങളാണ് നടക്കുന്നത്. അതുമല്ല പിന്നെ ഇത് എൻ്റെ സ്ഥലം, ഇത് എൻ്റെ സ്ഥലം. എനിക്ക് അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങനെ പ്രൈവറ്റ് സ്ഥലങ്ങളില്ല എന്നാണ് തോന്നുന്നത്. ഫുൾ ഗവൺമെൻറ് അണ്ടറിലാണ്. അപ്പോൾ അഥവാ ഇനി അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരാൾ ഒരു സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും അത് ഗവൺമെൻറ് റൂൾ പാലിച്ചോളണം എന്ന് നിർബന്ധമാണ്. അത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ സ്വന്തമായിട്ടൊരു സ്ഥലമൊന്നും ആരും മേടിക്കില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞത് എന്താ വെച്ചാൽ, അഥവാ നിങ്ങൾ ഈ സ്വന്തമായിട്ടൊരു സ്ഥലം മേടിച്ചിട്ട് അവിടെ ഒരു ബിൽഡിംഗ് കയറ്റിയാലും ഗവൺമെൻറ് പറയും ഇന്ന കളർ അടിക്കണം, ഇത്ര നില ആക്കണം, അതേമാതിരി ഇവിടെ ഈ ഇന്നതാക്കണം, അല്ലാണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നടക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അത്ര ബ്യൂട്ടിഫുൾ. അപ്പോൾ ആ ഒരു ഇത് ഇഷ്ടമായി. ഒരേ റൂളാണ്, ഒരു റൂള് നിങ്ങളെല്ലാവരും പാലിച്ചോളണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് നടക്കണതെന്ന് എനിക്ക് മനസ്സിലായി.